welcome back to my channel. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഷുഗർ കോസ്മെറ്റിക്സിന്റെ പ്രൊഡക്റ്റ് വെച്ച് മാത്രം ചെയ്തൊരു മേക്കപ്പ് ലുക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. ഷുഗർ ആസ് എ ബ്രാൻഡ് പറയുകയാണെങ്കിൽ ഒരു വുമൺ ബ്രാൻഡാണ്. എൻ്റെ കോ ഫൗണ്ടർ ഒരു ലേഡിയാണ്. അപ്പം എല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. ആസ് എ ഷുഗർ ബ്രാൻഡ്, മെയ്ഡ് ഇൻ ഇന്ത്യ ബ്രാൻഡാണ്. അപ്പം ഇന്ന് നമുക്ക് ഷുഗറിൻ്റെ പ്രോഡക്ട്സ് ഏതൊക്കെ നല്ലതാണ്, ഏതൊക്കെ എനിക്കിഷ്ടമില്ലാത്ത പ്രോഡക്റ്റ്, എനിക്ക് വർക്ക് ആവാത്ത പ്രോഡക്റ്റ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ നമുക്ക് A to Z ഞാൻ എല്ലാം പ്രൊഡക്റ്റ്, സ്കിൻ കെയർ ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ മേക്കപ്പിൻ്റെ എല്ലാം ഷുഗറിൻ്റെ പ്രൊഡക്ട്സ് വെച്ച് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു മേക്കപ്പ് ലുക്ക് എങ്ങനെയാണ് ചെയ്തത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവൻ കാണും. നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഷുഗറിൻ്റെ സ്കിൻ കെയർ ഒന്നും വാങ്ങിയിട്ടില്ല, ഡയറക്റ്റായിട്ട് ഞാൻ പ്രൈമറിലേക്ക് പോവുകയാണ്. പ്രൈമർ ഇതാണ്, നമുക്ക് ഷുഗറിൻ്റെ ബേസ് ഓഫ് ഗ്ലോറി പോർ മിനിമൈസിങ് പ്രൈമർ. ഇതൊരു ജെൽ ബേസ്ഡ് പ്രൈമറാണ്, സിലിക്കോൺ ആണോ എന്ന് തോന്നുന്നില്ല. ജെൽ ബേസ്ഡ് പ്രൈമറാണ്, ട്രാൻസ്പെറൻറ്റ് കളറിലാണ് വരുന്നത്. ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. മിക്ക പ്രോഡക്ട്സും ഞാൻ ഷുഗറിൻ്റെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു മേക്കപ്പ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് 3 ദിവസമായി. ഓരോ പ്രാവശ്യവും എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ട് അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. എനിക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. നമുക്ക് ഈ ഒരു പ്രൈമർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ പെട്ടെന്നുള്ള ഓയിൽനെസ് ഒക്കെ ഒന്ന് പോവും. എന്നിട്ട് നന്നായിട്ട് നല്ല പ്രൈമറാണ് കേട്ടോ. നമുക്ക് പോഴ്സൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്ത് തരുന്നുണ്ട്. 12 hours സ്റ്റേ ചെയ്യും എന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നതും. 12 hours ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ബട്ട് ഞാനൊരു 4 to 6 hours ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. കാരണം ഈ 3 ദിവസവും ഞാൻ ഫുൾ മേക്കപ്പ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാനിരിക്കുന്ന സമയത്താണ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിരുന്നു, അതെല്ലാം മാറ്റിയിട്ട് ഞാൻ ഇപ്പോഴാണ് സെറ്റ് ചെയ്ത് എടുത്തത്. ഇനി നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഫൗണ്ടേഷന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു ക്രീം സ്റ്റിക്കാണ്. അത്യാവശ്യം നന്നായിട്ട് സ്റ്റേ ചെയ്യുന്നുണ്ട്. ഒരു സൈഡ് ബ്രഷും ഒരു സൈഡ് ഫൗണ്ടേഷനുമാണ്. ഇത് ട്രാവൽ ഫ്രണ്ട്ലിയുമാണ്. കാരണം സ്റ്റിക്ക് ആയതുകൊണ്ട് ബോട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും വീണ പൊട്ടുന്നോ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. എൻ്റെ ഷെയ്ഡ് NC42 ആണ്. അപ്പോൾ ഇതിലും ഷെയ്ഡ് 42 തന്നെയാണ്. ഇതിൽ കുറച്ചൊരു യെല്ലോയിഷ് ടിൻറ്റ് ഉണ്ട്. കുറച്ചല്ല, നല്ലോണം യെല്ലോയിഷ് ടിൻറ്റ് ഉള്ളൊരു ഫൗണ്ടേഷനാണ്. പക്ഷേ നമുക്ക് നല്ല ഡാർക്ക്നെസ്സും പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ളവർക്ക് ഇത് ഏകദേശം അത് കവർ ചെയ്ത് പോവും എന്നെനിക്ക് തോന്നി. എൻ്റെ ഷെയ്ഡുള്ളവരാണെങ്കിൽ ഇത് വാങ്ങി നോക്കിക്കോളൂ, ഇത് പെർഫെക്റ്റ് ആയിരിക്കും. ഈ ഒരു യെല്ലോയിഷ് ടിൻറ്റ് മാത്രം ഞാൻ കുറച്ചുകൂടെ ഒരു ന്യൂട്രൽ കളർ പ്രിഫർ ചെയ്യുന്ന ഒരാളാണ്. ഇത്ര യെല്ലോയിഷ് ടിൻറ്റ് വേണ്ട എന്ന് ഒരു അഭിപ്രായമുണ്ട്. ബട്ട് സ്റ്റിൽ ഇത് ഫുൾ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ മുഖത്ത് നല്ലോണം ഈസി ആയിട്ട് ഇരിക്കുന്നുണ്ട്. നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആക്കാൻ പറ്റുന്ന ഒരു ഫൗണ്ടേഷനാണ് ഇത്. നമുക്ക് ലൈറ്റ് കവറേജ് ആയാലും മീഡിയം കവറേജ് ആയാലും ഹെവി ഫൗണ്ടേഷൻ ആയിട്ടും ഒക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഇത് അത്യാവശ്യം നന്നായിട്ട് സ്റ്റേ ചെയ്യുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ഓയിൽ ഇറങ്ങുന്നുണ്ട്. എൻ്റെ മുഖം കുറച്ച് കഴിഞ്ഞാൽ ഓയിൽ ഇറങ്ങും, അങ്ങനെയുള്ളൊരു ഫേസാണ്. എൻ്റെ സ്കിൻ അങ്ങനെയാണ്. അപ്പം അത് മാത്രം ഒന്ന് നമ്മൾ പൗഡർ ഇട്ടിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി. അതർവൈസ് ഈ ഫൗണ്ടേഷൻ നല്ല ഫൗണ്ടേഷനാണ്. അപ്പം ഞാനിതൊന്ന് ബ്ലെൻഡ് ചെയ്യട്ടെ. ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. കണ്ടോ, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കൺസീലർ അപ്ലൈ ചെയ്യാൻ പോവാണ്. കൺസീലർ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഷെയ്ഡ് 40 ബ്രേവ് ആണ്. ഇതിനും ചെറുതല്ല, അത്യാവശ്യം നല്ലതായിട്ട് ഒരു യെല്ലോയിഷ് ടിൻറ്റ് ഉണ്ട്. പക്ഷേ നമുക്ക് ഡാർക്ക് കണ്ണിന് ചുറ്റും കറുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ ഇത് പെർഫെക്റ്റ് ആണ്. പിന്നെ ഇതിൻ്റെ വാണ്ട് കുറച്ചൊരു ലിപ്സ്റ്റിക് വാണ്ട് മാതിരിയുള്ളൊരു വാണ്ടാണ്. ഞാൻ ഇങ്ങനത്തെ വാണ്ട് പ്രിഫർ ചെയ്യുന്ന ഒരാളാണ്. കാരണം നമുക്ക് കുറച്ച് മതി പ്രോഡക്റ്റ്. ചില വാണ്ട് നല്ല വലിയ വാണ്ടായിരിക്കും. അപ്പോൾ നമ്മൾക്ക് കുറേ പ്രോഡക്റ്റുകൾ ചിലപ്പോൾ വരും. ഇങ്ങനത്തെ ചെറിയ വാണ്ടാകുമ്പോൾ നമുക്ക് വേണ്ട പ്രോഡക്റ്റ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവറുണ്ട്. വേണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ കൊടുക്കാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഈ ഒരു വാണ്ട ഭയങ്കര ഇഷ്ടമാണ്. ചിലവർ അതങ്ങനെ പ്രിഫർ ചെയ്യില്ല, ചിലവർക്ക് നല്ല വലിയ വാണ്ട ആയിരിക്കും ആവശ്യമുള്ളത്. ഇതിൻ്റെ വാണ്ട കുറച്ച് ചെറുതാണ്. ഇത് ഓട്ടോ കറക്റ്റ് കൺസീലർ, ക്രീസ്ലെസ് കൺസീലറാണ്. ക്രീസ് ആയിട്ടില്ല, ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇരുന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ തെറ്റി ബ്ലെൻഡ് ചെയ്തു. ആദ്യം നമുക്ക് ഇതൊക്കെ ബ്ലെൻഡ് ചെയ്തിട്ട് ലാസ്റ്റ് കണ്ണിൻ്റെ അവിടെ ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ ഒന്ന് കൺസീലർ സെറ്റാവും. പിന്നെ ഈ കൺസീലറിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് വാട്ടർ കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത്.
ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. രണ്ടും നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ. കൺസീലർ ആയിക്കോട്ടെ ഫൗണ്ടേഷൻ ആയിക്കോട്ടെ രണ്ടും ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. നമുക്ക് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. ഒട്ടും ഹെവിനെസ് തോന്നാത്ത ഒരു പ്രൊഡക്ട്സ് ആണ്. ഇപ്പോൾ കണ്ടോ നമ്മൾ കുറച്ച് നേരം കണ്ണിൽ വെച്ചിട്ടാണ് കൺസീലർ ബ്ലെൻഡ് ചെയ്തത്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് സ്റ്റേ ചെയ്യുന്ന പോലെ തോന്നാം നമുക്ക്. അപ്പോൾ ഞാൻ ഫൗണ്ടേഷനും കൺസീലറും ഒക്കെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു. ഞാൻ ക്രീം പ്രൊഡക്ട്സ് എല്ലാം ഒന്നിച്ചിട്ട് തന്നെ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇനി അടുത്ത ക്രീം പ്രൊഡക്റ്റ് എൻ്റെ കയ്യിലുള്ളത് കോണ്ടോറാണ്. ഷുഗറിൻ്റെ കോണ്ടോർ സ്റ്റിക്കിൻ്റെ ഫാനാണ് ഞാൻ. നല്ലൊരു ക്രീം സൂപ്പർ ബ്ലെൻഡബിൾ ക്രീമി കോണ്ടോറാണ്. നല്ല ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ ഇത്. ഒരു കോണ്ടോർ സ്റ്റിക്ക് കാണുന്നുണ്ടോ? നല്ല ഡാർക്ക് ഷെയ്ഡാണ്. അപ്പോൾ നമുക്ക് കോണ്ടോറും കൂടെ ചെയ്യാം. അതിനുശേഷം നമുക്ക് പൗഡർ പ്രൊഡക്ട്സിലേക്ക് പോവാം. നല്ല പിഗ്മെൻറ്റഡ് ആണ്, അതുകൊണ്ട് വളരെ കുറച്ച് മതി. ഇല്ലെങ്കിൽ നമുക്ക് മുഖം മുഴുവൻ കോണ്ടോർ ചെയ്ത മാതിരിയാവും. ഓക്കെ, കണ്ടോ നല്ല ക്രീമിയാണ്, പെട്ടെന്ന് ബ്ലെൻഡ് ആവുന്നുണ്ട്. അതേമാതിരി നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട്. ഇത് നന്നായിട്ട് സ്റ്റേ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു കോണ്ടോർ സ്റ്റിക്ക് നാച്ചുറൽ ആയിട്ടുള്ള ലുക്ക് വരുന്നതാണ്. സോ കോണ്ടോർ ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഇപ്പം ആയിട്ട് മേക്കപ്പ് ചെയ്യുന്നത് ആദ്യം എന്താ പറയുക, ക്രീം പ്രൊഡക്ട്സ് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സെറ്റിംഗ് സ്പ്രേ അപ്ലൈ ചെയ്യും. അതിന് ശേഷം മാത്രമേ ഞാൻ പൗഡർ പ്രൊഡക്ട്സ് അപ്ലൈ ചെയ്യാറുള്ളൂ. അത് അങ്ങനെയാണ് എനിക്ക് കുറച്ചുകൂടെ ഇപ്പോൾ മേക്കപ്പ് കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യണ മാതിരി എനിക്ക് തോന്നുന്നുണ്ട് സെറ്റിംഗ് സ്പ്രേ അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് ഷുഗറിൻ്റെ ഡൂയി സെറ്റിംഗ് സ്പ്രേ ആണ്. ഇതിന് ചെറിയൊരു ഡൂയിനെസ് ഉണ്ട് കേട്ടോ. അത്ര മാറ്റ് സെറ്റിംഗ് സ്പ്രേ അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റ് യൂസ് ചെയ്യാം. ഇതിൻ്റെ സെറ്റിംഗ് സ്പ്രേ അല്ല, ഇറ്റ്സ് എ മിസ്റ്റ് ആൻഡ് അത്ര ഷാർപ്പായിട്ടല്ല അതിൻ്റെ ഇത് വരുന്നത്. ചെറിയ ഇങ്ങനെ തെളിക്കുന്ന മാതിരിയാണ് വരുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മേക്കപ്പ് കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യുന്ന മാതിരി എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഇതൊന്ന് ഉണങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് പൗഡർ യൂസ് ചെയ്യാം. ഓക്കെ, പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ നോക്കി കൊടുക്കണ്ട. ഇതിന് ചെറിയൊരു ഫ്രേഗ്രൻസ് ഉണ്ട്, പക്ഷെ അങ്ങനെ ഓവർ പവറിങ് ആയിട്ടുള്ള ഫ്രേഗ്രൻസ് ഇല്ല. വളരെ ലൈറ്റായിട്ടൊരു ഫ്രേഗ്രൻസ്. ഇപ്പം മുഖം ചെറുതായിട്ടൊന്ന് ഡ്യൂയി ആയി മാതിരി പോലെ തോന്നുന്നുണ്ടോ? ഉണ്ട്, എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഇനി ഞാൻ പൗഡർ വെച്ചിട്ട് മേക്കപ്പ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ആക്ച്വലി ഞാൻ വിചാരിക്കുന്നത് ബേക്ക് ചെയ്യാൻ എന്നാണ് വിചാരിക്കുന്നത്. കുറേ കാലമായി ബേക്ക് ചെയ്തിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആക്ച്വലി എൻ്റെ കയ്യിൽ ഷുഗറിൻ്റെ 2 പ്രൊഡക്റ്റ് ഉണ്ട്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സെറ്റിംഗ് പൗഡർ നോക്കുകയാണെങ്കിൽ ഇത് വാങ്ങിക്കോളൂ. അത് നിങ്ങൾക്ക് ഇഷ്ടമാവും. എൻ്റെ കയ്യിൽ 2 എണ്ണം ഉണ്ട്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ട്രാൻസ്ലൂസൻറ്റ് വൈറ്റ് പൗഡറും ഒന്ന് ബനാന പൗഡറും ആണ്. ഇതിൽ ചെറിയൊരു യെല്ലോ കളറുണ്ട്. അങ്ങനെ കളറൊന്നും എടുത്ത് വരുമൊന്നുമില്ല, പക്ഷേ ബനാന പൗഡർ അങ്ങനെയാണ് ഉള്ളത്, ബനാനയുടെ കളർ. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് ബനാന പൗഡറാണ്. ഞാൻ പറഞ്ഞ പോലെ ഞാനിന്ന് ബേക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒന്ന് കണ്ണിൻ്റെ അടിയിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്താ ഇങ്ങനെ ഒരു കോലം എന്ന് വിചാരിക്കേണ്ട, ഞാനിത് സെറ്റാവാൻ വേണ്ടിയിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ ഇത് ബേക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ഐബ്രോസ് ശരിയാക്കാം. ഷുഗറിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാതിരുന്ന ഒരേ ഒരു പ്രൊഡക്റ്റ് ഇതാണ്. ഈ ഒരു ഐബ്രോ സ്കെച്ചാണ്, അല്ലെങ്കിൽ ഐബ്രോ പെന്നാണ്. ഇത് ഒട്ടും പിഗ്മെൻറ്റേഷൻ ഇല്ല. ചില സമയത്ത് ഒരു 1-2 ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെണ്ണെന്ന് മഷി വരുന്ന പോലും ഇല്ല. അങ്ങനെയുള്ളൊരു പെന്നാണ് ഇത്. പക്ഷേ ഇതിൽ ചെറിയൊരു വരയൊക്കെ ഉണ്ട്, കുറച്ചൊരു പരന്ന ബ്രിസിൽസാണ്, അതെല്ലാം ഓക്കെയാണ്. പക്ഷേ എനിക്കെന്തോ ഇതത്ര ശരിയായി തോന്നിയില്ല. ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് ആർച്ച് അറൈവൽ ബ്രോ പെൻ ഫെലിക്സ് ഒണിക്സ് ആണ്, ഷെയ്ഡ് 04. അപ്പോൾ അത് ഞാനിതൊന്ന് വരച്ച് കൊടുക്കുകയാണ്. സെറ്റ് പെൻ, അപ്പോൾ ഒരു സ്കെച്ച് മാതിരിയാണ്. നമുക്ക് ചെറിയ ചെറിയ സ്റ്റോക്സ് ഒക്കെ ഇതുകൊണ്ട് ആക്ച്വലി ഈ ഒരു പെൻ നന്നായിട്ട് വർക്ക് ചെയ്യായിരുന്നെങ്കിൽ ചെറിയ ചെറിയ സ്റ്റോക്സ് നമുക്ക് ഇത് വെച്ചിട്ട് വരയ്ക്കാനുള്ള പറ്റുമായിരുന്നു. ഇതൊരു ബ്രൗൺ കളറാണ് വരുന്നത്, പക്ഷെ അത്ര പിഗ്മെൻറ്റേഷൻ ഇല്ല. ഞാൻ വിചാരിച്ചത്ര പിഗ്മെൻറ്റേഷനും ഇല്ല. ചില സമയത്ത് ഇങ്ക് വരുന്നുമില്ല. ഇങ്ക് വരാത്ത സമയത്ത് ജസ്റ്റ് ഈ നിബ് ഒന്ന് പ്രസ് ചെയ്തിട്ടാണ് നമുക്ക് പ്രസ് ചെയ്ത് കൊടുത്താലേ അത് വരുന്നുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. സത്യം പറയാലോ, ഈ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട് ഞാൻ ഒട്ടും ഹാപ്പി അല്ല. എനിക്ക് എൻ്റെ പുരുകം കറക്റ്റായിട്ട് വന്നിട്ടുമില്ല. കുറച്ച് പാച്ചി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആ പ്രസ് ചെയ്ത് യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പാച്ചി ആയിട്ടാണ് വരുന്നത്. ഇവിടെയൊക്കെ കുറച്ച് നല്ലോണം പിഗ്മെൻറ്റേഷൻ കൂടിയിട്ടുണ്ട് ഈ 2 സൈഡും. ഐ എം നോട്ട് ഹാപ്പി വിത്ത് ദിസ് പ്രോഡക്റ്റ് ആക്ച്വലി. ഒരു വേറെ വല്ല പ്രോഡക്റ്റ് ഉണ്ടോ എന്നുള്ളത് ഞാൻ നോക്കിയിട്ട്. ഷുഗറിൻ്റെ പ്രൊഡക്ട്സിൽ തന്നെ എനിക്കിഷ്ടമില്ലാത്ത പ്രോഡക്റ്റ് ഈ ഒരു ബ്രോ പ്രോഡക്റ്റാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് കണ്ണിൻ്റെ കാര്യത്തിലേക്ക് പോവാം. കണ്ണിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഐ ഷാഡോ പാലറ്റാണ്. ഇത് 03 ഫാൻറ്റസി എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഇതിൽ എല്ലാം നല്ല മൂവ് കളേഴ്സാണ് ഉള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് കേട്ടോ. ഇതിലത്തെ എല്ലാ കളേഴ്സും എൻ്റെ ഫേവറേറ്റ് ആണ്. ഞാൻ എല്ലാം യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്.
സോ ഇന്ന് നമുക്ക് ബേസായിട്ട് ഈ ഒരു പ്ലം മൂവ് കളറ് ഒന്ന് കണ്ണ് മുഴുവൻ തേച്ച് കൊടുക്കാം. നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട് ഇതിൽ. ഏകദേശം 3 മാറ്റ് കളേഴ്സും ബാക്കിയെല്ലാം ചെറിയ ഷിമ്മേഴ്സുമാണ് വരുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഒരു ഗോ ടു പാലറ്റാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു പാലറ്റ് നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സാണ്. ഡെയിലി വെയറിന് ഇത് പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് തോന്നി. എല്ലാ തരം കളറും ഉണ്ട്. വാം ബ്രൗൺസ് ഉണ്ട്, റോസ് ഗോൾഡ് കളർ ഉണ്ട്, കോപ്പർ റോസ് ഉണ്ട്, ക്രാൻബെറി, ഡീപ്പ് പ്ലം ഒക്കെ നമുക്ക് ഡെയിലി വെയറിന് ഇത് പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് തോന്നി. എല്ലാം നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് സ്വാച്ച് ചെയ്തിട്ടുണ്ട്, അപ്പോഴാണ് ക്യാമറ ഓഫായി പോയത്. കണ്ടോ, നല്ല സൂപ്പർ ഗ്ലിറ്റേഴ്സാണ്, നല്ല പിഗ്മെൻറ്റേഷനുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ഏതാണ് ട്രൈ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. അതിന് മുന്നേ ഞാൻ ഈ കൈയൊന്ന് തുടക്കട്ടെ കേട്ടോ. കണ്ടോ, എല്ലാ വിരലും 5 വിരലും 5 കളേഴ്സ് ആയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഈ ഒരു ക്രാൻബെറി ഷെയ്ഡ് എടുക്കാം. നല്ല ബ്യൂട്ടിഫുൾ കളറാണ് ഇത് നമുക്ക് ഹൈലൈറ്റിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല സട്ടിലായിട്ടുള്ളൊരു ഷിമ്മറാണ്. അത് ഗ്ലിറ്റർ അല്ല, ഷിമ്മേഴ്സാണ്. അവരുടെ ഈ ഒരു ഷെയ്ഡ് മാത്രമല്ല, നിറയെ ഷെയ്ഡ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു 7 പാലറ്റോ ഇങ്ങനെ ഡിഫറെൻറ്റ് കളർ തീമിലുള്ള 7 പാലറ്റ് കൊണ്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നത് അതിനനുസരിച്ച് വാങ്ങാം. എൻ്റെ കയ്യിൽ ഇതുവരെ ഇങ്ങനത്തെ ഒരു മൂവ് പാലറ്റ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ മൂവ് ചൂസ് ചെയ്തത്. ഇനി ഞാൻ ഈ ബേക്ക് ചെയ്തതൊന്ന് തുടച്ച് കളയുകയാണ്. അതിനുശേഷം നമുക്ക് താഴത്തെ കണ്ണിലേക്ക് അതൊന്ന് ബാലൻസ് ചെയ്യാം. നമുക്ക് താഴത്തെ കണ്ണിൽ ഈ ഒരു മ്യൂട്ടഡ് ബർഗണ്ടി എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡ് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഔട്ടർ കോർണറിൽ മാത്രം ഇതൊന്ന് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അത്രയേ ഉള്ളൂ. അടുത്തത് ഞാനൊരു കാജൽ കോൾ പെൻസിൽ ഉപയോഗിച്ചത് നമുക്ക് ഷാർപ്പ് ചെയ്ത് യൂസ് ചെയ്യേണ്ട കോൾ പെൻസിലാണ്. ഇത് വെച്ചിട്ട് ഞാനൊന്ന് കണ്ണിൻ്റെ മേലെ ഒന്ന് എഴുതി കൊടുക്കുകയാണ്. ഇതിന് ചെറിയൊരു ഗ്ലിറ്റർ ഉണ്ട്, ഒരു എന്താ പറയുക, ഒരു സിൽവർ ഗ്ലിറ്റർ ഉണ്ട്. പക്ഷേ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാനും എഴുതാനും ഒക്കെ വളരെ ഈസിയാണ് കേട്ടോ. ഇത് നല്ല ഇഷ്ടമായ ഒരു പെൻസിലാണ് ഇത്. അത് വെച്ചിട്ട് ഞാനൊന്ന് എഴുതുകയാണ്. ഇനി നമുക്ക് മസ്കാര ഞാൻ യൂസ് ചെയ്യുന്നത് ഷുഗറിൻ്റെ അപ് ടൗൺ കേൾ ലെങ്തനിങ് മസ്കാരയാണ്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് മിനി സൈസാണ്. അടപ്പ് ഇതാണ്, മസ്കാരയുടെ അടപ്പ് ഇതാണ്, ഇങ്ങനെ വിട്ടുവരും. അത് മാത്രം അത്ര സുഖകരമായ ഒരു കാര്യമല്ല, പക്ഷേ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ വലുത് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു മസ്കാര അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ ഐലാഷസും ആർട്ടിഫിഷ്യൽ ഐലാഷസ് വെച്ച മാതിരിയോ അത്ര ലെങ്തനിങ് തോന്നുക, അത്ര തിക്ക് തോന്നുക, അങ്ങനെയൊന്നും തോന്നുന്നില്ല. ഒരു നോർമൽ ഓർഡിനറി മസ്കാര, അത്രയേ ഉള്ളൂ. അത്ര വലിയ എടുത്തു പറയേണ്ട ഒരു സംഭവമൊന്നുമില്ല. കണ്ണിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനിയുള്ളത് ബ്ലഷാണ്. ഞാൻ ബ്ലഷിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ആക്ച്വലി 2 ഷെയ്ഡുണ്ട്. ഒന്ന് പാലറ്റിലുള്ള 3-in-1 പാലറ്റാണ്. ഇതിൽ നമുക്ക് ബ്ലഷ്, ഹൈലൈറ്റർ, ബ്രോൺസർ 3 ഉണ്ട്. ബ്ലഷ് ഒരു കോറൽ ഷെയ്ഡാണ്. ഈ ഒരു പാലറ്റ് നമുക്ക് ഒരു മീഡിയം ടു ഡാർക്ക് സ്കിന്ന് പെർഫെക്റ്റ് ആയിരിക്കും. ഹൈലൈറ്റർ ഒരു റോസ് ഗോൾഡ് കളറാണ് വരുന്നത്. ഇതൊരു കൂൾ ടോൺ ബ്രോൺസറാണ്. സോ നമുക്ക് ഇന്ന് വേറൊരു ബ്ലഷ് എൻ്റെ കയ്യിലുള്ളത് ഇതാണ്. ഇത് സ്വീറ്റ് സാൽമൺ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഇതിലൊരു ബ്രൗൺ ടെറാക്കോട്ട കളറാണ്, ഒരു ക്രാൻബെറി ടെറാക്കോട്ട കളറാണ് വരുന്നത്. നമുക്ക് ഇന്ന് നമുക്ക് ബ്ലഷായിട്ട് അപ്ലൈ ചെയ്യാം. ഇത് നിങ്ങൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും. വേണമെങ്കിൽ ഞാൻ ആ കോറൽ കളർ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഇന്ന് ഈ ഒരു ക്രാൻബെറി ടെറാക്കോട്ട കളറിലുള്ള ബ്ലഷാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നല്ലൊരു നാച്ചുറൽ ബ്ലഷ് ലുക്ക്ഡാണ് ഇത് വരുന്നത്. എനിക്ക് തോന്നുന്നു നമുക്ക് ലാറ്റെ മേക്കപ്പിനൊക്കെ ഇത് പെർഫെക്റ്റ് ആണ്, അല്ലെങ്കിൽ ന്യൂഡ് മേക്കപ്പിനൊക്കെ ഇത് പെർഫെക്റ്റ് ആണ് എന്ന് എനിക്ക് തോന്നുന്നു. ആ കോറൽ കളർ ബ്ലഷ് ഞാൻ ഇവിടെ ഒന്ന് സ്വാച്ച് ചെയ്ത് കാണിക്കാം. ഇതാണ് ആ ഒരു കോറൽ കളറ്. കണ്ടോ, ഒരു ഓറഞ്ചി കളറാണ് വരുന്നത്. ഓറഞ്ച് പിങ്ക് ടോൺ ബ്ലഷാണ് വരുന്നത്. ബ്രൗൺസർ എൻ്റെ ആക്ച്വലി ഇതേമാതിരി തന്നെ 2 ബ്രൗൺസർ ഉണ്ട്. ഒന്ന് ഈ പാലറ്റിലുള്ള കൂൾ ടോൺ ബ്രൗൺസറും പിന്നെ ഒന്ന് ഈ ഒരു വാം ബ്രൗൺസറും ഉണ്ട്. ഇത് വുഡി വണ്ടർ എന്ന് പറയുന്ന ബ്രൗൺസറാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു കൂൾ ടോൺ ബ്രൗൺസർ അപ്ലൈ ചെയ്യാം. മറ്റേ വുഡി ബ്രൗൺസറും ഞാൻ ഒരുപാട് പ്രാവശ്യം ചാനലിൽ കാണിച്ചിട്ടുള്ള ഒരു ബ്രൗൺസറാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഹൈലൈറ്റർ. എൻ്റെ കയ്യിൽ പാലറ്റിലുള്ള അതേ ഹൈലൈറ്റർ തന്നെയാണ് ഞാൻ തനിയെ വാങ്ങിയിരിക്കുന്നത്. ഇത് റോസ് ഗോൾഡ് ഹൈലൈറ്ററാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഹൈ പോയിൻറ്റ്സിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയുള്ളത് ലിപ്സ്റ്റിക്കാണ്, ഫൈനൽ സ്റ്റെപ്പ്. അപ്പോൾ എൻ്റെ കയ്യിൽ ലിപ്സ്റ്റിക്സിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് എൻ്റെ കയ്യിൽ മിനി ലിക്വിഡ് ലിപ്സ്റ്റിക്സ് നിറയെ ഉണ്ടാവും. ഏകദേശം ഒരു 5 ലിപ്സ്റ്റിക്സ് ഉണ്ട്.
ഇനിയും തപ്പിയാൽ ചിലപ്പോൾ കളക്ഷനിൽ കിട്ടും. പിന്നെ ഒരു ക്രയോൺ ഉണ്ട്. ഇത് ആക്ച്വലി ന്യൂഡ് ഒരു ബ്രൗൺ കളർ ലിപ്സ്റ്റിക്കാണ്. ഇത് മേക്കപ്പ് ഇല്ലെങ്കിലും ഇത് പെർഫെക്റ്റ് ആണ്. ഇത് മാത്രം ഞാൻ അപ്ലൈ ചെയ്ത് പുറത്തൊക്കെ പോകാറുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഒരു റീൽസിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, കാണിച്ചു തന്നിട്ടുണ്ട് ഇതിൻ്റെ കളറെല്ലാം. റീൽസ് കിട്ടുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിടാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഇത് വാങ്ങി നോക്കിക്കോളൂ. അത്യാവശ്യം നന്നായിട്ട് സ്റ്റേ ചെയ്യുന്നുണ്ട്. ഇന്ന് നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ഇടാം. നമ്മളൊരു ക്രാൻബെറി കളറിലുള്ള തീമിലായതുകൊണ്ട് നമുക്ക് ആ ഒരു കളർ തീമിലുള്ളതിലേക്ക് പോവാം. ഷുഗറിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്സിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ട് നല്ല ഡ്രൈ ആവും. നല്ല മാറ്റ് ലിപ്സ്റ്റിക്കാണ്, നല്ലോണം സ്റ്റേ ചെയ്യുന്നുണ്ട്. പക്ഷേ ചുണ്ടിൻ്റെ മോയ്സ്ചർ മുഴുവൻ വലിച്ചെടുക്കുന്ന മാതിരിത്തെ ഉള്ള ഒരു അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് നല്ല ഹൈഡ്രേറ്റിംഗ് ലിപ് ബാം താഴെ അപ്ലൈ ചെയ്തോളൂ. അല്ലെങ്കിൽ നമ്മുടെ ചുണ്ട് വരണ്ട് എല്ലാ ലൈൻസും ഭയങ്കര ഡിഫൈൻ ചെയ്ത് കാണുന്ന പോലെ എനിക്ക് തോന്നി. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് ടീക്ക് മിസ്റ്റിക്. ഞാൻ ബാക്കിയുള്ള ഷെയ്ഡും കൂടെ സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ക്രയോൺ, ക്ലെയർ അണ്ടർവുഡ് എന്ന് പറയുന്ന ക്രയോൺ കളർ ഇതാണ്. ഇത് റസ്റ്റ് ലസ്റ്റ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഷെയ്ഡാണ് ഞാൻ സ്വാച്ച് ചെയ്തത്. മൂന്നാമത്തെ ടാഞ്ചറീൻ ക്വീൻ എന്ന് പറയുന്ന ഷെയ്ഡ് ഒരു ഓറഞ്ച് റെഡ് കളറാണ്. ലാസ്റ്റ് വൺ വെറി മൾബെറി എന്ന് പറയുന്ന ഷെയ്ഡ്. ഓക്കെ, ഇത് ശരിക്കും ഒരു പർപ്പിൾ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഈ 4 കളേഴ്സും എനിക്കിഷ്ടമാണ്. നന്നായിട്ട് ചുണ്ടിൽ സ്റ്റേ ചെയ്യുന്നുണ്ട്. ആകെ പ്രശ്നം ഇപ്പം തന്നെ നന്നായിട്ട് ചുണ്ട് എനിക്ക് വലിയുന്നുണ്ട്. നല്ല ഡ്രൈ ആയി മാറ്റായി. അപ്പോൾ അത് മാത്രമേ എനിക്ക് ഇഷ്യൂ ഉള്ളൂ. നല്ലൊരു ലിപ് ബാം അപ്ലൈ ചെയ്യണം, നല്ല ഹൈഡ്രേറ്റിംഗ് ലിപ് ബാം അപ്ലൈ ചെയ്താലേ ഇത് ചുണ്ട് വരലാതിരിക്കുള്ളൂ. ബാക്കി ഷുഗറിൻ്റെ ക്രയോൺ നല്ല സൂപ്പർ ക്രയോണാണ്. നന്നായിട്ട് സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നു. അധികം ഡ്രൈയിങ് ഒന്നുമില്ല. നല്ല ക്രീമി ആയിട്ടുള്ളൊരു ടെക്സ്റ്റാണ്, എന്നാൽ സ്റ്റേ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ കംപ്ലീറ്റഡ് ഐ ലുക്ക്. എനിക്ക് നെറ്റിയിൽ കുറച്ചൊരു ഷൈൻ കാണുന്നുണ്ട്. അതൊന്ന് നമുക്ക് പൗഡർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ വീഡിയോയുടെ കൺക്ലൂഷനിലേക്ക് പോവാം. ഓക്കെ, കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ എനിക്കിതിൽ ഇഷ്ടമില്ലാത്ത പ്രോഡക്റ്റ് ആ ഒരു ഐബ്രോ പെൻസിലാണ്. അതിനുശേഷം പിന്നെ ഇഷ്ടമില്ലാത്തത് അവരുടെ മസ്കാര. എനിക്ക് അത്ര ഇഷ്ടമായില്ല. ഇനി വേറെ മസ്കാരാസ് അവരുടെ കയ്യിലുണ്ട്, അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് പറയാം. ഐബ്രോ പെൻസിലിൻ്റെ അത്ര ഇഷ്ടമില്ലായ്മയില്ല. അത് വലിയ ഒരു ഓക്കെ മസ്കാര എന്ന് മാത്രമേ ഉള്ളൂ. എടുത്ത് പറയേണ്ട അത്ര വലിയ സംഭവമൊന്നുമില്ല. പിന്നെ എനിക്ക് ആക്ച്വലി ഇഷ്ടമില്ലാത്തത് ഈ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ലിക്വിഡ് ലിപ്സ്റ്റിക്കിൻ്റെ കളേഴ്സ് എല്ലാം സൂപ്പർ കളേഴ്സാണ്. അവരുടെ ഓവർ മാറ്റാക്കാൻ നോക്കുമ്പോൾ ഒരുപാട് ഡ്രൈ ആവുന്നതുകൊണ്ട് എനിക്ക് ലിപ്സ്റ്റിക്സ് അത്ര ഇഷ്ടമില്ല. ബാക്കി എല്ലാ പ്രോഡക്റ്റും അത്യാവശ്യം നല്ല പ്രോഡക്റ്റുകളാണ്. എല്ലാം അത്യാവശ്യമല്ല, ആക്ച്വലി ഇറ്റ്സ് ഓൾ ഗുഡ്, നല്ല പ്രോഡക്റ്റുകളാണ്. എനിക്ക് ഫൗണ്ടേഷനും കൺസീലറും അവരുടെ പ്രൈമറും ഒക്കെ നല്ല ഇഷ്ടമായി. സെറ്റിംഗ് സ്പ്രേ അടക്കുന്ന ഡ്യൂയി ഫിനിഷ് വേണ്ടവർക്ക് അത് പെർഫെക്റ്റ് ആണ്. ഞാൻ ഇപ്പോൾ എല്ലാം മാറ്റാക്കി വെച്ചെങ്കിലും പൗഡറൊക്കെ ഇട്ടിട്ട് മാറ്റാക്കിയെങ്കിലും ആ ഒരു ഡ്യൂയി അത് കറക്റ്റായിട്ട് മിസ്റ്റ് കറക്റ്റായിട്ട് ഡ്യൂയി സ്പ്രേ ആണ് അതിൽ നിന്ന് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഇതിൽ ഞാൻ യൂസ് ചെയ്ത എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ചെക്ക് ചെയ്ത് നോക്കൂ, വാങ്ങിക്കോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. ബൈ ബൈ.